ഗായ്സ് വെൽക്കം ബാക്ക് ഗായ്സ്. അപ്പോൾ നമ്മൾ നെല്ലിയാമ്പതിക്കാണ് പോകുന്നത്. അപ്പോൾ നെല്ലിയാമ്പതിത്തെ ഫുൾ വീഡിയോ ആണിത്. ഇനി മുന്നേ ഒരു വട്ടം പോയത്, പക്ഷെ അന്ന് ബൈക്കിലാണ് പോയത്. ഞാൻ ബൈക്ക് ഫുൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് എനിക്ക് ഫുൾ ചുറ്റുള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒന്ന് വണ്ടിയിലാണ് പോണത്, ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റും. ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഫുള്ള് റെഡിയായി വണ്ടിക്ക് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വണ്ടി എത്തി നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ പോത്തുണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ വ്യൂ പോയിൻ്റ്. അപ്പോൾ ഈ വ്യൂ പോയിൻ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് ബുക്ക് കയറാൻ. ഇപ്പോൾ വ്യൂ പോയിൻ്റ് ഏറി മല കയറി തുടങ്ങി. ഇപ്പം മുകളിൽ തിരക്കുണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇപ്പോൾ വണ്ടികളധികം ഇപ്പോൾ കാണാനില്ല. അപ്പം മുകളിൽ തിരക്ക് കുറവാകാനും ചാൻസ്. ഇപ്പോൾ കയറി നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ എത്താറായിട്ടാണ്. ഈ സ്പോട്ടിൽ കുറച്ച് തിരക്കുണ്ട്, കുറച്ച് വണ്ടികൾ കൂടുതലുണ്ട്. മുകളിൽ തിരക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഈ വണ്ടികൾ മൊത്തം നമ്മുടെ ബാക്കിൽ അങ്ങോട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ്. ഇതാണ് നെല്ലിയാമ്പതിയിലെയും ഫസ്റ്റ് വ്യൂ പോയിൻ്റ്. ഇവിടെ എല്ലാവരും ഈ വ്യൂ കണ്ടിട്ട് അങ്ങോട്ട് പോവുള്ളൂ. ഈ ഒരു മലേൻ്റെ ഒരു വ്യൂ പോയിൻ്റ്, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനേ മെയിനായിട്ട് എല്ലാവരും നിർത്തുക. ഈ സൈഡിലും കുറേ പേര് അതിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഗവൺമെൻറ്റിൻ്റെ ഓറഞ്ച് ഫാമിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇത് കുറേ പൂച്ചെടികളാണ് ഈ സൈഡിൽ ഇരിക്കുന്നത്. അപ്പുറത്ത് കുറേ ഓറഞ്ച് ചെടികളും വേറെ കുറേ ചെടികളും പച്ചക്കറി കൃഷിയൊക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഫാമിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് കുറേ കാഴ്ചകൾ കാണാനുണ്ടാവും. ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, അങ്ങോട്ട് കയറാൻ പറ്റുമെന്ന് പോയി നോക്കാം. മുകളിൽ കയറിയാൽ നല്ല അടിപൊളി വ്യൂ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗായ്സ് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ച് കമ്പി ചുറ്റി വെച്ചിരിക്കുകയാണ്. അത് തുറക്കാൻ പറ്റില്ല, ചാടിക്കിടന്നാൽ അവിടെ നിന്ന് സെക്യൂരിറ്റി വന്ന് ചിലപ്പോൾ ചീത്ത പറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഒരു ആമ്പൽക്കുളമൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്താണ് പച്ചക്കറീൻ്റെ കൃഷികളൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഈ സൈഡിൽ കാണുന്നത് ആമ്പൽക്കുളം. അതിൻ്റെ അപ്പുറത്തെ സൈഡ് ഡാമിലെ പോലെ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് അധികം വെള്ളവുമില്ല. അപ്പം ആ കുളം നിറച്ച് ഫുൾ ആമ്പലാണ്. ഇതാണ് ആമ്പൽക്കുളം, വാട്ടർ ലില്ലി പോണ്ട്. അപ്പോൾ ഇവിടെ നിറച്ച ആമ്പൽ അതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ഈ സൈഡ് നിറച്ച വെള്ളം, അപ്പുറത്തെ സൈഡ് വെള്ളമില്ല. അതിൻ്റെ നടുക്ക് പാലത്തിൻ്റെ അടിയിലാണ് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കണമെന്ന് തോന്നുന്നത്. ഇതിൻ്റെ അപ്പുറത്താണ് ഓറഞ്ച് അതിൻ്റെ പച്ചക്കറി തോട്ടം. ഇതിൻ്റെ അപ്പുറത്ത് ഓറഞ്ചിൻ്റെ ചെടികളും പച്ചക്കറിൻ്റെ പല ചെടികളും കാണാം. ഇത് കേബേജ് ആണെന്ന് തോന്നുന്നു. ഉള്ളിൽ വയലറ്റ് കളറാണ്, വയലറ്റ് കളറിലുള്ള കേബേജ് ആയിരിക്കും ഇത്.
ഇതിവിടെ കുറേ ഉണ്ട്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ സൈഡ് ഫുള്ള് വാഴത്തോട്ടവും പച്ചക്കറി കൃഷികളുമാണ്. ഇതൊക്കെ സ്ട്രോബെറീൻ്റെ ചെടികളാണ് കേട്ടോ. ലൈനായി വെച്ചിട്ടുണ്ട്. പക്ഷേ സ്ട്രോബെറീസ് ഒന്നും കാണാനില്ല, ചെറിയ ചെടി ആയതുകൊണ്ടായിരിക്കും. ഇത് വെളുത്തുള്ളിൻ്റെ ചെടിയാണ്, ഗാർലിക്കിൻ്റെ. ഇപ്പുറത്തെ ബീട്രൂട്ടിൻ്റെ ചെടികളാണുള്ളത്. ഇപ്പുറത്തെ ക്യാരറ്റിൻ്റെയും. അതിൻ്റെ ഉള്ള ക്യാരറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പിന്നെ ഓരോ ചെടികളുടെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തോ ഒരു ഫ്രൂട്ട് പറിച്ചിട്ടിരിക്കുകയാണ്. അതായത് പറിച്ച് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫ്രൂട്ട് വെജിറ്റബിൾ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ള് കൃഷിയാണ് കേട്ടോ. അത് അവിടെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് 2 ആൾക്കാർ. ഈ ഇപ്പുറത്തെ സൈഡിലെ ചാക്കിലാണ് പറിച്ചു കൊണ്ടുവന്ന് ഇടുന്നത്. ഇപ്പുറത്തും കുറേ ഉണ്ട് കേട്ടോ. ഗായ്സ്, ഇതൊക്കെ കോളിഫ്ലവറാണ്. ഇവിടെ ഒരു പച്ച കളർ, ഇതത്ര വലിപ്പമായിട്ടില്ല, അതാണ് പച്ച കളറിലിരിക്കണേ. ഇപ്പുറത്തെ അത്യാവശ്യം വെളുത്തിട്ടുണ്ട്. കോളിഫ്ലവർ ഉണ്ട്. ഈ സൈഡ് കാണുന്ന മൊത്തം കോളിഫ്ലവർ ആയിരിക്കും. ഇതിവിടെ പന്നീൻ്റെ രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സൈഡ് ചെറിയ ചെറിയ ചെടികളും മരത്തിനൊക്കെ ഷേപ്പാക്കി വെച്ച് അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. ഈ സൈഡ് ഫുള്ള് പൂച്ചെടികളാണ്. ഇത് അടിപൊളി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നേരെ ഇനി സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കാണ് പോകണത്. പോണ വഴിയുള്ള ഒരു കാഴ്ചയാണ് ഇത്. പെട്ടെന്ന് കണ്ട മൂന്നാറാന്നേ തോന്നുള്ളൂ, പക്ഷേ ഇത് നെല്ലിയാമ്പതിയാണ് കേട്ടോ. ഫുള്ള് തേയിലത്തോട്ടങ്ങളും അതിൻ്റെ നടുക്കുള്ള മരങ്ങളുമാണിത്. കണ്ണൊരു മൂന്നാറിൻ്റെ അതേ വ്യൂ ആണ്, പക്ഷെ അത് നെല്ലിയാമ്പതിയാണ്. അപ്പോൾ ഇതുവഴിയായിട്ട് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. പോണതിന് മുന്നേ ഇവിടെ ഫോൺ നമ്പറും വണ്ടി നമ്പർ പോണ ടൈം എഴുതി വെക്കണം. ഫൈനലി നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ വരുന്നതിന് മുന്നേ നമുക്ക് ഭക്ഷണം കഴിച്ചത്. ഉച്ച ടൈമിലപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഫുൾ കോടയാണ്. ഉച്ചയായിട്ടാണ് ഈ കോട. അവിടെ കുരങ്ങനൊക്കെ ഇരിക്കുന്നുണ്ട്. കോടയുടെ അടിയിലത്തെ വ്യൂ അത്ര കിട്ടുന്നില്ല. ചെറുതായിട്ട് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു വെളുത്ത ബോക്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു ബിൽഡിങ്ങുകളാണ്. പുറത്ത് അത്ര വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. ഇതേപോലെ തന്നെ നമുക്കും കാണാൻ പറ്റുന്നത് ഈ ഒരു വ്യൂ പോയിന്റിൽ. ബ്രൈറ്റ്നസ് കുറച്ചും കൂടി ക്ലിയർ ആയെന്ന് തോന്നണം. ഈ ഒരു വ്യൂ തന്നെ നമുക്കും കാണുന്നുള്ളൂ. ഇതാ ഇവിടെ കുരങ്ങനൊക്കെ ഇരുന്ന് എന്തൊക്കെയോ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് കുറേ കുരങ്ങുകളുണ്ട്. ആൾക്കാർ കുരങ്ങൻ്റെ ഒപ്പം കളിക്കുകയാണ് കേട്ടോ. പക്ഷെ ഉപദ്രവിക്കണമൊന്നുമില്ല, അതിന് തിന്നാൻ കിട്ടണമെന്നെങ്കിൽ വേണം. ഇതാണ് ഒരു സൈഡത്തെ വ്യൂ. ഇവിടെയും അതേപോലെ തന്നെ ഫുൾ കോടയാണ്. അവിടെ ആൾക്കാർ കുരങ്ങൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെറിയൊരു പേടിയുണ്ട്, പക്ഷെ അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പുറത്തെ സൈഡൊക്കെ ഒന്ന് പോയി നോക്കാം.
അവിടെയും പ്ലാസ്റ്റിക് കവറിൽ കുരങ്ങൻ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവഴി കയറിയിട്ട് അപ്പുറത്ത് പോകണം. ഇവിടെ അത്യാവശ്യം തിരക്കുണ്ട്, കുറേ ആൾക്കാരുണ്ട്, പക്ഷെ ഇവിടെ വ്യൂ അധികവും ഇല്ല. ഈ ഒരു മരമായിരിക്കും നിങ്ങൾ കുറേ ഫോട്ടോസ് കണ്ടിട്ടുണ്ടാകുക. ഈ ഒരു മരത്തിൽ നിന്ന് ആ വ്യൂ ആണ് നെല്ലിയാമ്പതി ഏറ്റവും ബെസ്റ്റ് ഫോട്ടോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടുന്ന് അതേപോലെ തന്നെ കാണാൻ പറ്റുന്നത് ഫുൾ കോടയാണ്. ഗൂഗിളിലൊക്കെ മെയിനായിട്ട് ഈ ഒരു മരത്തിൻ്റെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ആണ് വരിക. ഇത് കുറേ പേര് പുറത്തുണ്ട് കേട്ടോ. ഇവിടെ രണ്ട് കുരങ്ങന്മാർ തമ്മിൽ നല്ല അടിയാണ്. ഓരോ സാധനം തിന്നാൻ കിട്ടി രണ്ടും കൂടി അടിയായിരിക്കും. ഗായ്സ് അവിടെ നിന്ന് നമ്മൾ കണ്ടിറങ്ങിക്കാൻ. ഇതാണ് അവിടുത്തെ വ്യൂ. ഗായ്സ് നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കേശവൻ പാറയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജീപ്പ് ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചാണ്, പക്ഷെ ഇവിടെ ഫുൾ കോടയാണ്. പോയിട്ട് ഒന്നും കാണില്ല. വ്യൂസൊക്കെ കുറച്ച് മൂടിക്കിടക്കുകയാണല്ലോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കേശവൻ പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മൂന്നാർ പോലെ തോന്നുമെങ്കിൽ നെല്ലിയാമ്പതിയാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ കാണുന്ന ഒരാൾക്ക് മൂന്നാറാണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ തേയിലത്തോട്ട് വരുന്നവർക്ക് മരങ്ങളൊക്കെ ആയിട്ട് മൂന്നാറിൻ്റെ സെയിം ലുക്കാണ്. റോഡ് നല്ല റോഡായതുകൊണ്ട് കുറച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ റോഡ് സൈഡിലുള്ള ചാക്കുകളിലൊക്കെ തേയിലയാണ്. ഇത് നേരെ ഇനി വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇവിടെ ഒരു ഫാക്ടറി ഉണ്ട്, പക്ഷെ വേറെ ഫാക്ടറിക്കാണ് കൊണ്ടുപോവുക. പക്ഷേ ഇതേ ഉണ്ട് കേശവൻ പാറയ്ക്ക് പോണ്ട്. കേശവൻ പാറ ക്ലോസ് ചെയ്തു. അതിൻ്റെ അപ്പുറത്ത് ആന ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സംഭവം ഗേറ്റ് ക്ലോസ് ചെയ്തു. ഞങ്ങൾ പോകാൻ പറ്റുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും വരുമ്പോൾ സ്ഥലം കാണിച്ചു തരാം. ഒരു പാറൻ്റെ മുകളിൽ ഇതുപോലെ ഒരു വ്യൂ ആണ്. അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ദിവസം വരികയാണെങ്കിൽ ജീപ്പ് ട്രക്കിങ്ങും ഈ കേശവൻ പാറയ്ക്കൊക്കെ ഫുള്ള് കാണിച്ചു തരാം. ഇപ്പോൾ ആന ഇറങ്ങിയത് കൊണ്ടാണ് ഞങ്ങൾ പോകാൻ പറ്റാണ്ടിരുന്നത്. നമ്മൾ ചോദിച്ചു നോക്കി വിട്ടില്ല. ഇപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം കാണാം.